ഇപ്പോൾ ഹിപ്പ് ഹോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് ബേസിക് ആയിട്ട് നമുക്കിപ്പം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ദർ ആർ 100 ways ടു ഡു ഇറ്റ്, റൈറ്റ്? മേ ബി എനിക്ക് ഒന്നുമില്ലാതെ ജസ്റ്റ് ഒരു വായിൽ തോന്നുന്ന കുറച്ച് അപ്പം എനിക്ക് വരുന്ന ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ കുറച്ച് ലിറിക്സ് എഴുതി എന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ അതിൻ്റെ ചുറ്റും ഒരു പാട്ടുണ്ടാക്കുന്ന പ്രോസസ്സ് ആവാം. അല്ലെങ്കിൽ ഞാൻ ഒരു പാട്ട്, ഒരു ബീറ്റ് എന്നുള്ള സാധനം, മ്യൂസിക് എന്നുള്ള സാധനം ആദ്യം കിട്ടിയിട്ട് അതിലേക്ക് ഞാൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ എഴുതാന്നുള്ള പോലെ ആവാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. യു ഡോണ്ട് ഗോ ലുക്കിംഗ് ഫോർ ഇറ്റ്, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ് ഓൺ ഇറ്റ്സ് ഓൺ. ഈ മൂന്നാമത്തതാണ് എല്ലാ നല്ല പാട്ടിൻ്റെയും ചേരുവ. Something organic that comes out has to happen on you being forcing and writing a song, and something that organic comes out. രണ്ടും നല്ല വ്യത്യാസമാണ് കേൾക്കാൻ. അങ്ങനെ ഓർഗാനിക് ആയിട്ട് നിങ്ങൾക്ക് വന്ന ഏതെങ്കിലും ഒരു പമ്പരം ഓർഗാനിക് ആയിട്ടുള്ള ഒരു ട്രാക്കാണ്. പിന്നെ ഹിപ്പ് ഹോപ്പിനെ പറ്റിയിട്ട് വേറെ ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അഗെയിൻ വാക്കുകൾ, മ്യൂസിക്കും ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഇസ് ഓൺ ദ വാക്കുകൾ ആൻഡ് ദ ലിറിക്സ്, റൈറ്റ്? അപ്പോൾ ഇതല്ലാതെ മറ്റേ സംഗതി ഒപ്പിച്ച് പാടാൻ പറ്റിയൊരു സാധനമല്ല. അതുകൊണ്ട് തന്നെ നാട്ടാരെ കാണാതെ കണ്ണ് രണ്ട് മൂടണ്, കണ്ണ് മൂടണ്, ജനലും വാതിലും മൂടണ്, ഓൻ്റെ പാട്ടും നോക്കിയോ 4 കോണോടി നടക്കും, മണ്ട പൊളിയാതിരിക്കാൻ ഓടി ഒളിക്കും. കാരണം ആരുടെ കാലം മുതൽ ചിതൽ തിന്ന് ചിതവരെ ചിന്ത നശിച്ചവർ. ഇനി ചിലർ ഞാൻ അമ്പെയും മുമ്പേ ചിതറി വീഴും, ചിലപ്പോൾ നീയും പാം 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 കഥ തീർന്നു. So this is something that we wrote for പമ്പരം എന്നുള്ള ഒരു പാട്ടിൻ്റെ അത്. ഇത് ആക്ച്വലി ആക്സിഡന്റലി ഒരു ബുക്കിൽ എഴുതി വെച്ച പാട്ടുകൾ ഒരു ബീറ്റിന്റെ മുകളിൽ നമ്മൾ ആക്സിഡന്റലി പാടി, അങ്ങനെ ഒരു പാട്ട്. ആ ബുക്കിന്റെ അവസാനം എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹുക്ക് എടുത്ത് നമ്മൾ ഇതിൽ പ്ലേസ് ചെയ്ത് നോക്കി. അല്ലല്ല, നമ്മളെല്ലാവരും തന്നെ ഉണ്ടാക്കി പുറത്ത്. അതായത് കൊളാബറേഷൻ ആസ് ഇൻ there are a couple. അതെ, കരിക്കായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ബാൻഡ് കൾച്ചറിന് കുറച്ച് ഡിഫറെന്റ് ആണ് ഹിപ്പ് ഹോപ്പിലെ ഈ പാട്ട് മേക്കിംഗ് പ്രോസസ്. I think each of us bring our own flavor to the and song. there's no cover rapper. You write your own lyrics. The baaki playground singers wale, no one writes lyrics for you. You write your own lyrics and you do your own things. Yeah. No one else is. അത് ഉണ്ടാവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന ചില I think they are all aligned in that way in terms of. അല്ലെ, പൊതുവേ ഉള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ യു ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് തോട്ട് പ്രോസസ്സസ് ആൻഡ് സ്റ്റിൽ അലൈൻ ഓൺ തിങ്സ്. പക്ഷെ നമ്മളുടെ കാര്യത്തിൽ വി ആർ ഓൾ ഫെയർലി ലെഫ്റ്റ് ലീനിങ്. അതേ ഒരു തോട്ട് പ്രോസസ്സ് ആയതുകൊണ്ട് ദിസ് നോട്ട് ബിൻ മച്ച് ഓഫ് എ സെൻറ്റേർഡ് ആണ്. പക്ഷെ എന്നാലും കുറച്ച് ലെഫ്റ്റിലേക്ക് ഒരു ചായ്വുള്ള രീതിയിലാണ് നമ്മുടെ ചിന്തകൾ. ഐ തിങ്ക് ആർട്ട് എടുക്കുമ്പം തന്നെ ഐ തിങ്ക് ഐ ഡോണ്ട് ഹാവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് ദ ടോപ്പ് ഓഫ് മൈ ഹെഡ്, ബട്ട് ഐ എം ഷുവർ എ ഗുഡ് പെർസെൻറ്റേജ് ഇസ് ലെഫ്റ്റ് ലീനിങ്. അത് കുറച്ചുകൂടെ ഐ തിങ്ക് ഇറ്റ് ഗിവ്സ് യു മോർ സ്പേസ് ടു എക്സ്പ്രെസ് ഹൂ യു ആർ ആൻഡ് ബി യുവർ സെൽഫ്. റൈറ്റിലേക്ക് പോകുന്തോറും there are constraints and you have to be in a box. ലെഫ്റ്റിലേക്ക് all the way ലെഫ്റ്റ് പോയാൽ there's again a box problem. ഒരു ന്യൂആൻസ് ആണിത്. അതെ, ഒരു ചെറിയ രീതിയിൽ ലെഫ്റ്റിലേക്ക് ലീൻ ചെയ്ത് നിൽക്കുമ്പം ഐ തിങ്ക് എവറിബഡി ഹാസ് their own freedom and all of that to express themselves and whatever. എങ്ങനെ നമ്മള് so if you ask me, I'm not a communist supporter, but I'm a left supporter. I'm a leftist. ഇതൊരു ഭയങ്കര ഡൈസി സിറ്റുവേഷൻ ആണ് കേരളത്തിൽ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച്. ഇത് തന്നെ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടേക്കായി ഇപ്പം ഞാൻ പറയുന്നത് തന്നെ. I'm a leftist, but I'm not a communist supporter. And we enjoy capitalism. I think everyone does. That's why we make money. Okay, socialist capitalism is something ഐഡിയോളജി. ഐ തിങ്ക് നമ്മളുടെ എല്ലാ പാട്ടിലും ഒരു കോണ്ടെക്സ്റ്റ് ഈ സാധാരണക്കാരൻ്റെ, ഇപ്പോൾ ചത്തകാക്ക എന്ന് പറഞ്ഞ പാട്ട്, ദാറ്റ് ഹോൾ സോങ് ഇസ് അബൌട്ട് സംബഡി ഹു ഡസൻറ്റ് ഹാവ് മണി ടു ഈറ്റ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. വൈൽ തീപ്പൊരി വെയിലത്ത് തെണ്ടി തിരിഞ്ഞലഞ്ഞ് ഓട്ടക്കാലണ പൈസ വന്ന് ചേർന്ന കാലം മറന്ന് വിശന്ന് വലഞ്ഞ് കുടല് കരിഞ്ഞ് ഒട്ടി വയറ്റിൻ്റെ നിക്കറ് നിലത്തടിഞ്ഞ് മേലേക്ക് നോക്കിയപ്പോൾ കണ്ടത് വഴി നീളമുടനീളം ചീതളക്കാറിലെ ചീമ പന്നികൾ. ചുറ്റും നോക്കിയപ്പോൾ കണ്ടത് എല്ലായിടത്തും തീയിൽ കുരു തൊര തെരുവിന്റെ മക്കൾ. So this is
ഇതിലൊരു ഒരു 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 നമ്മളൊരു സൈഡ് പിടിക്കുന്നൊന്നുമില്ല. വി ആർ ബേസിക്കലി ടോക്കിംഗ് അബൌട്ട് ഈ സോഷ്യൽ ഡിവൈഡ്. ഇതൊരു ചെറിയൊരു ആൻറ്റി ക്യാപിറ്റലിസ്റ്റിക് ഇതാണ്. പക്ഷേ ചില പാട്ടുകളിൽ ഞങ്ങൾ ഫോർ ക്യാപിറ്റലിസവും ആവാറുണ്ട്. അവസരവാദികളാണെന്ന് പറയാം ബേസിക്കലി. അപ്പം അതായത് ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ല, നമ്മളിപ്പോൾ ചില പാട്ടുകളിൽ നമ്മൾ ഭയങ്കര ഹൈ ആയിട്ടുള്ളൊരു ഭയങ്കര സെലിബ്രേറ്ററി ലൈഫ് സ്റ്റൈലല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അതും ഇസ് ഓൾസോ സംതിങ് ദാറ്റ് വി നീഡ്, റൈറ്റ്? നമ്മളൊരു കോൺഫ്ലിക്റ്റഡ് മനുഷ്യൻ്റെ ചിന്താധാരകൾ എന്നുള്ള രീതിയിലാണ് നമ്മളുടെ എല്ലാ പാട്ടുകളെ അപ്രോച്ച് ചെയ്യാറ്. ഇപ്പോൾ എല്ലാവരും കോൺഫ്ലിക്റ്റഡ് ആണ്. എനിബഡി ഹു സേസ് ദറ്റ് ദേ ആർ അലൈൻഡ് ആൻഡ് ഹാവ് സ്ട്രോങ് ബിലീഫ്സ് ആർ ഇൻ സം വേ ഓർ ദി അതർ കള്ളത്തരാണ് പറയുന്നത്. അതിൽ നമ്മൾ കുറച്ചുകൂടെ എംബ്രേസ് ചെയ്യാണ്. ലൈക്ക് വി നീഡ് എല്ലാ സാധനത്തു നിന്നുള്ളത് വാട്ട് എവർ വർക്ക്സ് ഫോർ അസ് അത് അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് നമ്മുടെ പാട്ടുകളുടെ പൊളിറ്റിക്സും വരുന്നത്. നമ്മളെ പാട്ടുകൾ ഫെയർലി ഇംപ്രൂവൈസ്ഡ് ആണ്. നമ്മളുടെ അല്ലല്ല അങ്ങനെ ചെയ്യുന്നത് കുറവാണ്. പക്ഷെ ഫ്രീ സ്റ്റൈൽ ആസ് എൻ ആർട്ട് ഫോം ഇസ് സംതിങ് ഡിഫറെൻറ്റ്, റൈറ്റ്? ഇപ്പം അതായത് ഇപ്പോൾ നിങ്ങൾ എ ഗുഡ് ഫ്രീ സ്റ്റൈൽ ആർട്ടിസ്റ്റ് വിച്ച് ഐ എം നോട്ട്, ഞാൻ ഐ വിൽ നെവർ സേ ദാറ്റ് ഐ എം എ ഫ്രീ സ്റ്റൈൽ ആർട്ടിസ്റ്റ്. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം ഓൾ ടുഗെദർ. ഇപ്പോൾ ഗുഡ് ഫ്രീ സ്റ്റൈൽ ആർട്ടിസ്റ്റ് ക്യാൻ just give you words and create flows and create. That is also a big part of hip hop. അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമല്ല, എനിക്ക് ചെയ്യാൻ അറിയില്ല. ഐ മീൻ ഐ ക്യാൻ ഡു ഇറ്റ് ബട്ട് ഐ എം നോട്ട് ഗുഡ് അറ്റ് ഇറ്റ്. അതിൽ അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ ഇംപ്രൊവൈസേഷൻ ഇസ് എ വെരി ഈസി തിങ് ടു. യു ക്യാൻ ജസ്റ്റ് ഫീഡ് ദം വേർഡ്സ് ആൻഡ് ദിൽ ഗിവ് യു യുനോ ലൈക്ക് എ ഫുൾ ബാർസ്. ബാർ എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി എ ലൈൻ ഇൻ ഹിപ്പ് ഹോപ്പ്. But then the hip hop now there's a lot of folk sounds like Malabar sounds ellam is happening inside hip hop. അതുകൊണ്ടും ആൾക്കാർക്ക് recognizable സൗണ്ടുകളായതുകൊണ്ട് they are accepting it more rather than it being westernized. ഭയങ്കര നമ്മൾ കേട്ട് പരിചയമുള്ള സൗണ്ടുകൾ ഹുക്കായിട്ടും എല്ലാവരും ഹുക്ക് ഓർത്ത് വയ്ക്കാൻ പോകുന്നു. No one remembers the rap part as much as the hooks. But if the hook is something to do with our traditional sounds, people usually catch on to it more. And അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പം ചെയ്യുന്നുണ്ട് and they are doing pretty well in the industry. അത് ആക്ച്വലി ആൾക്കാർ വിചാരിക്കുന്നത് വളരെ ഫണ്ണായിട്ടുള്ള ഒരു പാട്ടാണെന്നാണ്. They have a very big misconception of what the song is about. We are very inspired by Grammaticന്റെ Just Jamming. Actually Just Jamming എൻ്റെ ഒരു പ്ലേലിസ്റ്റിൽ ഉണ്ടായിരുന്ന പാട്ടാണ്. നമ്മളപ്പോൾ ഒരു ലൈവിന് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ഇംപ്രൊവൈസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സാധനമാണ് പമ്പരം എന്നുള്ള ട്രാക്ക്. സോ ഈ ജാസ് ഹോപ്പ്, right? Basically jazz hop, hip hop as a genre, it's about creating something out of nothing nu parayum. So when hip hop started, right, nobody had access to instruments. Ee communities il onnu ivarku music in access illa, ivarku idinulla privilege illa. So what they did was avaru existing aayittulla recordukalnu music sample ചെയ്യും. So there's something called sampling, which is like a big deal. You take a bit of the song and you reinvent it. Does it sound like the original? Yes. But is it still original? Of course it is, because you're creating something new from something that already exists. And this is part of hip hop. ഇത് ചെയ്ത കുറേ ഇപ്പോൾ നമ്മൾ ഹിറ്റായ സിനിമാ പാട്ടുകളിലൊക്കെ ഇത് സംഭവം. സാമ്പിളിംഗ് ഇസ് I mean you can look it up. Not many people know about this. ഇപ്പോൾ മലയാളികളുടെ കൺസെപ്ഷൻ ഇസ് എപ്പോഴും കോപ്പി എന്നുള്ള ഒരു വാക്കാണ് നമ്മൾ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്നത്. സാമ്പിളിംഗ് ഇസ് ആൻ ആക്ച്വൽ ആർട്ട് ഫോം. ഇതൊരു ലെജിറ്റ് പരിപാടിയാണ്. ആൻഡ് ഇറ്റ്സ് നോട്ട് ലൈക്ക് വി നോട്ട് നോട്ട് ഇൻവെന്റിങ് എനിത്തിങ് ന്യൂ. ഇറ്റ് ഈസ് ഇൻവെന്റിങ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. ഇപ്പം ജസ്റ്റ് ജാമിങ്ങിനായിട്ടുള്ള കമ്പാരിസൺ, ഇഫ് യു ബ്രേക്ക് ഇറ്റ് ഡൗൺ, റൈറ്റ്, those 4 chords are the same thing that we have. Our 4 chords, pam, pam, pam. That's all we've taken from the original. The rest of it is our own groove, our own production, our own improvisation. But I mean it's again a controversial. Valayar is an Ilayaraja sample. പിന്നെ അതേപോലെ കുറെ അൺറിലീസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ അത്ര അറ്റൻഷൻ കിട്ടാത്ത സാധനങ്ങളുണ്ട്. ഈ ആറ്റ്മോസ്ഫിയർ ഇസ് ഫ്രം അനുഷ്ക ശങ്കറിന്റെ ഒരു വി മൈറ്റ് ഗെറ്റ് ഇൻടു ട്രബിൾ ഫോർ സേയിങ് ദിസ്, especially if you say because ഈ പറഞ്ഞ ഈ സാമ്പിളിംഗ് ഇസ് അഗെയിൻ ഒരു you can't legally there's no way you can fight against this, but this is an open admission, right? So it might become also people in the US now what they're doing is something called replaying it. They're not even sampling it. So what they do is they'll record
something that's been playing on the speakers. Then recording or pinni edutittu resample. Flip PM. You can reverse a sample. So it seems they, even if they're charging you a fine on top of that, it's way lesser than if you take a sample from this song and use it. So they record this and use that recording. So it's not really that song. But കുറെ loopholes എല്ലാം പിന്നെ വേറെയും ഇപ്പോൾ ഇതിൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ലെറ്റ്സ് സേ ദെയർസ് എ നോട്ട് അറേഞ്ച്മെന്റ് റൈറ്റ്, ഒരു കോമ്പോസിഷൻ്റെ അകത്തുള്ള നോട്ട് അറേഞ്ച്മെന്റ് ഉണ്ട്. and it can be B, C, D or whatever, right? എങ്ങനെ നോട്ട് അറേഞ്ച് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുക. If I take bits and parts from it and rearrange the music, am I still doing the same thing or is it different? That's the question that I have. മനസ്സിലായോ? It is different. It has to be different. അല്ല, ഞാനത് വെറുതെ പറഞ്ഞൊന്നുമില്ല. ഐ ഡോണ്ട് തിങ്ക് ഇപ്പോൾ ഈ സാമ്പിളിംഗ് സംതിങ് that is heavily done, recognizable ആണെങ്കിൽ there is a problem. But if it's and not, now there are websites that sell you loops, like Looperman. Yeah, you can buy these samples for money. ഇപ്പം സുഷിൻ തന്നെ ഒരു സുഷിന്റെ പേരിൽ കുറെ ഇതുണ്ടായിരുന്നു, ഇവൻ copied. Like, he paid for it. He took a loop that anyone can buy and use. And we also came across the same loop on whatever, right? So it's something that you have access to, but people just say copy. But it's okay. I understand the ignorance, but I need not acknowledge it, if you know what I mean. അതെ, നമ്മളത് അണ്ടർസ്റ്റുഡ് ആണ് ആൻഡ് വി ഡോണ്ട് മൈൻഡ് ഇറ്റ്. ഇറ്റ്സ് ഓക്കെ. എല്ലാ നമ്മളുടെ പഴയകാല പാട്ടുകളും സാമ്പിൾഡ് ആണ്. ഇപ്പോഴും നമ്മൾ സാമ്പിൾ ബേസ്ഡ് തന്നെയാണ് ചെയ്യുന്നത് കുറെ സാധനങ്ങൾ. I think now it's a more ethical way of doing it by downloading and paying for it and all that. Back then we didn't know all of these copyright അങ്ങനെ നമുക്ക് വലിയ ഐഡിയ ഇല്ലാത്ത സമയത്ത് ചെയ്തിട്ടുണ്ട്. He's full time into music now. He's full time into music. He's full time into this thing. അതെ, ഓബിയസ്ലി ഇപ്പം എനിക്ക് ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിൽ ഞാൻ ഐ വാസ് വർക്കിംഗ് ഇൻ ഫ്ലിപ്കാർട്ട് അൺടിൽ റീസെൻ്റ്ലി. ഈ ജാനുവരി വരെ ഐ വാസ് വർക്കിംഗ് ഫുൾ ടൈം as well. ബൈ പ്രൊഫഷൻ ഇപ്പോൾ ഞാൻ അത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ്. സോ യു ആർ എക്സ്പെക്റ്റഡ് ടു ബിഹേവ് ഇൻ എ സർട്ടൻ വേ. അപ്പോൾ അതിൽ പക്ഷേ എനിക്ക് വേറെ തന്നെ ഒരു പെർസോണ ഇപ്പം സ്റ്റേജിലായാലും ഇതിലും ഉണ്ട്. അതിലപ്പം ഐ കൻ ബി ഒത്തൻറ്റിക്. അവിടെ കുറച്ച് നമ്മൾ അടച്ചുകൂടി പിടിക്കണമെന്നേ ഉള്ളൂ. അല്ലല്ല, ഐ എം ഡൂയിങ് ബോത്ത്, പെർസ്യൂയിങ് ബോത്ത് ആക്റ്റീവ്. ഐ തിങ്ക് എനിക്കിതിൽ മോണിറ്ററി കാരണം കൊണ്ടല്ല ഞാൻ വിടാത്തത്. ഐ ഫൈൻഡ് എനിക്ക് രണ്ടും സോൾ ഫുഡ് ആയതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കോർപ്പറേറ്റ് ലൈഫ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് വിട്ടു. But I still like businesses and how they function and all of that. But I definitely make more than like what I used to make in a month. I make that once on stage. Like one show I cover more than what I used to make in Bangalore. I used to work in Bangalore back in the day. Bangalore usually pays well, so you can imagine it definitely pays more. But he likes what he does. He enjoys talking to people. He enjoys the business side of it. So he's doing that as well. But even in music, right? When you are generally artisറ്റുകളുടെ അടുത്ത് ചോദിക്കുമ്പോൾ do you like the business side of it എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. പക്ഷേ we sort of like the business side of it, right? And we've been closely studying it as well. ഇപ്പോൾ എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും have succeeded because they have a knack for it. Do you actually market your brand? Not as much as we should. We've been dormant for the past few years, but we are finally working on new material and it's all set to come out. So we took a break for around 4 or 5 years from music. Not that we weren't actively doing music, we were still doing concerts and all of that, but we did not have any new material. But this is also a challenge when everyone has jobs, like one is a doctor, one is a agriculture officer, this guy also has business. അപ്പോൾ എല്ലാവരും ഒരു സമയത്ത് കൊണ്ടുവരാൻ, ഒരാൾ കാലിക്കറ്റ്, ഒരാൾ പാലക്കാട്ടിൽ, നമ്മൾ കൊച്ചിയിൽ, to get everyone together and do it പണ്ടത്തെ പോലെയൊക്കെ when we did our first album Pamparam ചെയ്ത പോലെ, when everyone is not this busy. ഇപ്പം that is also a big challenge, right? To get everyone together, jam, make music. But we're finally doing it now. ഒരു 3-4 years കഴിഞ്ഞിട്ട് second album work ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I think it's if you look at Hanuman Kind, he's always branded himself for the international market. If you look at him and look at the business side of it, he's always branded himself for the international market. ആർക്കും ഇപ്പോൾ ഞാൻ ഇൻ്റർനാഷണൽ ആവണ്ടെന്ന് വിചാരിക്കില്ലല്ലോ. പക്ഷേ ഐ തിങ്ക് വി വോണ്ട് വർക്ക് ഹിയർ, ഗെറ്റ് ബാക്ക് ടു മേക്കിംഗ് മ്യൂസിക് ആസ് മച്ച് as we should, and then probably explore, venture out, figure out opportunities. And ഇതിൽ നമ്മൾ bilingual ആണ്. We do music in a lot of languages. And we are an alternative hip hop crew as well. So it's not just
purely hip hop. We do sai, we do normal like ഒരു പാടുന്ന സാധനം നമ്മൾ ചെയ്യാറുണ്ട്. മകനെ പോലത്തെ ട്രാക്സ്, something that is coming on, folk songs. ചെയ്യുന്നുണ്ട്.